മോളെ അമ്മോ അമ്മോട് പോയി മുഖത്തോട് മുഖം. ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർജ 2000 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ദീപ്തി ടീച്ചറിന്റെ മാരേജുമായി ബന്ധപ്പെട്ട ചെറിയ ഇഷ്യൂസ് ഒക്കെ ആയിട്ടാണ്. ടീച്ചറിന്റെ മാരേജിന് യാതൊരുവിധ ഇഷ്യൂസും ഇല്ല. ടീച്ചറിന്റെ കുഞ്ഞാവയ്ക്കും വിവാഹ മംഗളാശംസകൾ നേരുന്നുണ്ട്. കുറച്ച് ലേറ്റായി പോയി, ഇന്നലെ ചെയ്യണം എന്ന് വിചാരിച്ചാൽ സമയമില്ലാത്തതുകൊണ്ട് ചെയ്തില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ദീപ്തി ടീച്ചർ എന്ന പേര് വരുമ്പോൾ തന്നെ കൂടെ വരുന്ന ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ട്. അത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും. എൻ്റെ വീഡിയോസ് കണ്ടവർക്കും ദീപ്തി ടീച്ചറിന്റെ വീഡിയോസ് ഡെയിലി കാണുന്നവർക്കും റിയാക്ഷൻ വീഡിയോസ് കാണുന്നവർക്കും എല്ലാം അറിയാം അവരാരാണെന്ന്. അതെ, നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. നമ്മുടെ റാണി പി സദാശിവം എന്ന് പറയുന്ന അക്ക തന്നെ. റാണി പി സദാശിവം അക്ക വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. ഞാൻ അന്ന് കമന്റുകൾ ഇട്ടത് കൊണ്ടാണ് അവർ മാരേജ് ചെയ്തത്. അവരുടെ അവിഹിതം താണ്ടേ വിവാഹത്തിലെത്തിയിരിക്കുന്നു. അവരെനിക്കാണ് താങ്ക്സ് പറയേണ്ടത്, മറ്റേതാ മറിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുവിധ കമന്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നപ്പോൾ അതുപോലെ തന്നെ അനന്തു, ഇവർക്കെല്ലാം ഭീഷണി സ്വരത്തിലൊക്കെ. അതുപോലെ നമ്മൾ വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു, അവളുടെ പേര് ഞാൻ വിട്ടുപോയി, സോറി കേട്ടോ. അങ്ങനെ കുറച്ച് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന, അതായത് വലിയ വലിയ ചാനലുകളെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരുടെ കമൻറ്റ് ബോക്സിനടിയിലും ഇദ്ദേഹം കൊണ്ടുവന്ന് ഇവരുകൊണ്ടത് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവരുടെ കമൻറ്റിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, ലോങ് ഏജ് പിന്നെ പേജാണ്, ഏജ് അല്ലല്ലോ, ഒരു വലിയ പേജാണ്. അതുപോലെ മലയാളം ടീച്ചർ ചേച്ചിക്ക് അറിയാമെങ്കിൽ ടൈപ്പിംഗ് മിസ്റ്റേക്കുകളുണ്ട് കേട്ടോ. കുത്തും കോമയൊന്നും ഇട്ടിട്ടില്ല. നമ്മുടെ അനന്തവും അതുപോലെ തന്നെ അതിലും ഒക്കെ പറയുന്നുണ്ട്, കുത്തും കോമയൊന്നും ഇട്ടിട്ടില്ല. അമലിനെ അതുപോലെ തന്നെ റേഷൻ വീഡിയോ ചെയ്യുന്ന നമ്മുടെ അതുലിൻ്റെ ചാനലിനാണെന്നുണ്ടെങ്കിൽ തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്നെ വീട്ടിൽ വന്ന് കണ്ടോളാന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റേ ചാനലിൽ വേറൊരു ചേട്ടൻ്റെ ചാനലുണ്ട്, ആ ചേട്ടൻ്റെ ചാനലിലും അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്, വീട്ടിൽ വന്ന് കണ്ടോളാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ചേച്ചി ഒരിക്കലും അടങ്ങത്തില്ല കേട്ടോ. അപ്പം എനിക്ക് ചേച്ചിയുടെ കുറച്ച് കമൻസുകൾ ഞാൻ അവരുടെയൊക്കെ വീഡിയോസിൽ നിന്ന് എടുത്ത കുറച്ച് കമൻറ്റുകൾ ഞാനിവിടെ പിൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ സൂം ചെയ്ത് വായിച്ചോളൂ. എനിക്കത് വായിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല. അവരെക്കുറിച്ച് പറയുന്നതിനകത്തും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. പക്ഷേ നമ്മുടെ ദീപ്തി ടീച്ചറിൻ്റെ മാരേജ് അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ദീപ്തി ടീച്ചറിൻ്റെ മാരേജുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസ് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. സന്തോഷം. ഞാൻ ദീപ്തി, യൂട്യൂബ് ചാനലിലൂടെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഇത് നിതീഷ്, ആളുടെ വീട് വയനാടാണ്. കല്യാണം നടന്നത് വയനാടാണ്. തൽക്കാലം ഞങ്ങളിപ്പോ വയനാട്ടിൽ നിൽക്കുന്നു. പിന്നീട് എന്താന്ന് വെച്ചാൽ രണ്ട് വീട്ടുകാരോട് ചേർന്ന് ആലോചിച്ചു. സന്തോഷം. തിരക്കളാണ്, കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. ഒരുപാട് ഇഷ്ടപ്പെട്ടത് അല്ല, ആള് സ്വയം എന്താ പറയാ, ഒരു വിൽപ്പവറുള്ള ഒരാളല്ലേ. കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനോട് സംസാരിച്ചു തന്നെ ഞാൻ
കൊച്ചിനെ കൊടുത്തു അവര് പറയുന്ന ഇങ്ങോട്ട് പാടി ആറിന്റെ കോസ്റ്റ്യൂം ഇട്ടോണ്ടാണല്ലോ അമ്മ ഇറങ്ങിയേക്കുന്നത്. ചിരിച്ചോണ്ട് നിന്നോ, സാധനം ഇല്ലെങ്കിൽ ഞാൻ പറയാം. പൈസ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അത് ടീച്ചറിൻ്റെ മാരേജ് ആയിട്ട് ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് ആണ്. അതെല്ലാം നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ. വളരെയധികം ഹാപ്പിയാണ് ടീച്ചറിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും ഈ കൃമികീടം വന്നത് എന്തിനാണെന്നാണ് എനിക്കൊരു സംശയം. ഇവർ നമ്മൾ കൃമികീടം എന്ന് തന്നെ ഇവരെ പറയണം കേട്ടോ. ഇവർ വളരെ എന്താ ഇവരെ കുറിച്ച് ഇനി പറയേണ്ടത്, അത്രമാത്രം ഒരു വല്ലാത്തൊരു ക്യാരക്ടറായിപ്പോയി ഇവരെന്താ ഇങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഇത്രയും ആരാധകരുമുള്ള ദീപ്തി ടീച്ചറിനെ ഇവരെന്തിനാണ് ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നതെന്ന് അറിയാൻ വയ്യ. ഇവർക്ക് എന്ത് മനസ്സുഖം കിട്ടും ഇങ്ങനെ പറയുന്നതുകൊണ്ട്. ടീച്ചർ ആ കുഞ്ഞു വാവെ ടീച്ചറിൻ്റെ കഥ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. കാര്യം എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നതിനെക്കാട്ടിയും നന്നായിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ടീച്ചറിൻ്റെ സബ്സ്ക്രൈബർ അല്ലാത്ത ഒരു വ്യക്തി പോലും കാണില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. കാര്യം ടീച്ചറിൻ്റെ ഫസ്റ്റ് മാരേജ് വളരെയധികം സ്ട്രഗിൾ ആയിരുന്നു. അതായത് മദ്യപാനിയായ ഹസ്ബൻഡ്, അധ്യാപകനായിരുന്നു അദ്ദേഹം. ഒരുപാട് കഷ്ടപ്പെട്ട് നേരെയാക്കാനൊക്കെ ശ്രമിച്ചുവെങ്കിലും ഒരു തരത്തിലും നേരെയാകാതെ ടീച്ചർ എന്ത് ചെയ്തു, ഒരു തീരുമാനത്തിലെത്തി, വേണ്ട എന്നൊരു തീരുമാനത്തിലെത്തുകയും പിന്നെ തുടർന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ടീച്ചർ കുഞ്ഞാവെ വിവാഹം കഴിക്കുകയായിരുന്നു. കുഞ്ഞാവയുടെ വിവാഹം പ്രേമവിവാഹമാണോ എന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ പറയുന്നുണ്ട് പ്രേമവിവാഹം അല്ല, വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ച വിവാഹമാണെന്നും ഈ ഒരു മാരേജിലേക്ക് എത്തിയത് ആര് കാരണമാണെന്നൊക്കെ ടീച്ചർ വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. സ്റ്റാർട്ടായി കല്യാണത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇപ്പൊ ഒരു കാരണമൊന്നുമില്ല, എല്ലാം കൂടി കൂടി ചേർന്നിട്ടാണ്. പല കാരണങ്ങളുണ്ട്. യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടല്ലേ? സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു. എനിക്ക് വേറെ ഒന്നും വേണ്ട. എന്തായിരുന്നു അങ്ങനെ പറയില്ല, ഞാനത് പറയില്ല. അത് ചാനൽ കാണുന്നവർക്ക് എന്തായാലും അറിയായിരിക്കും. ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാളെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ ആള് മറ്റുള്ളവരോട് പെരുമാറുന്ന ഒരു രീതി, ഇപ്പോ എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറാൻ കഴിയും. സഹജീവികളോടുള്ള സ്നേഹം, പെങ്ങന്മാരോടുള്ള സ്നേഹം, കൂട്ടുകാരോടുള്ള സ്നേഹം, ഓരോ പെരുമാറ്റവും നമ്മൾ കണ്ടു നിന്നു പോകും. അങ്ങനെയൊരു കാരണം 2 വർഷത്തോളം ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. ഒരുപാട് യാത്രകൾ ഒരുമിച്ച് സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു നല്ല സുഹൃത്തായി തന്നെ അവർ പരിധി വിടാണ്ട് തന്നെ കൂടെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ അവർക്ക് എല്ലാവരും സിസ്റ്ററാണ്, എൻ്റെ ഫ്രണ്ടാണ്. ആദ്യം ഒരു സബ്സ്ക്രൈബറായിരുന്നു, ഇപ്പൊ ആരോഗ്യമാണ്. ഈ കണ്ണിയാണ് ഞങ്ങളെ ചേർത്ത് നിർത്തിയത്. ആദ്യം ഒരു ആലോചന കൊണ്ടുവന്നത് ഇവളാണ്. കുറേ ദിവസം അങ്ങനെ പോയി. പിന്നീട് വീണ്ടും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് തീരുമാനം എടുത്തതാണ്. സത്യസന്ധമായി പറയണോ? അത് ചേച്ചിയായിട്ട് അടുത്തിറങ്ങിയപ്പം ഇങ്ങനെ വെച്ചൊരു പാർട്ണറാന്ന് തോന്നി. ഇവരെല്ലാവരും ഒന്നിച്ച് കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ രണ്ടുപേരും അങ്ങനെ ഒരു വ്യത്യാസമൊന്നും ഇല്ലാത്ത എല്ലാം തുറന്ന് സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആലോചന വെച്ചു, വീട്ടുകാർ സമ്മതിച്ചു. അവർ സന്തോഷമായിട്ട് ഇപ്പൊ കല്യാണം നടന്നു. നിങ്ങളൊക്കെ അവരുടെ സ്വഭാവം പോലെ ഇരിക്കും. തോന്നലാ, അത് പറഞ്ഞു കഴിഞ്ഞില്ല, തോന്നലാ. ജീവിതം അതിപ്പോ ചോദിച്ചാ ചേട്ടാ വിശക്കുമ്പോ ഭക്ഷണം കഴിക്കത്തില്ലേ, അതുപോലെ അങ്ങ് പറ്റിയതാ. ഇത്രേ ഉള്ളൂ. സാഹചര്യം ഒന്നും അങ്ങനെ അങ്ങ് ആയിപ്പോയി. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ചാനല് കണ്ടില്ലല്ലേ, കേട്ടതേ ഉള്ളൂ. അതിന്റെ സാരമില്ല, കാണുമ്പോ മനസ്സിലായിക്കോളൂ. അവർക്ക് എല്ലാവർക്കും വരാൻ പറ്റാത്തത് കൊണ്ടാണ്. അവർക്ക് വരാൻ പറ്റില്ല, അവർക്കുള്ളത് നമ്മൾ അവിടെ ഹണിമൂൺ ട്രിപ്പ് കോഴിഫാമിലോട്ട് സീതത്തോട് ഇവരുടെ ജീവിതത്തിലേക്ക് പോയിട്ട് നിങ്ങളെ കണ്ടതുമായി പോകട്ടെ. അതെ, അപ്പൊ ശരി. അത് കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഒരുപാട് കഷ്ടപ്പാടിനിടയിലാണ് കേട്ടോ ടീച്ചർ. മീൻസ് കഷ്ടപ്പാട് ഉദ്ദേശിച്ചത് ദാരിദ്ര്യം അതല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത്.
ഈ ഒരു മാരേജിൽ, അത് കഴിഞ്ഞ മാരേജിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ടീച്ചർ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ സ്ട്രഗിൾ ചെയ്ത് രക്ഷപ്പെട്ട് ടീച്ചർ ഇപ്പോൾ നല്ലൊരു ലൈഫിൽ എത്തിയിരിക്കുകയാണ്. വിഷ് ഓൾ ദ ബെസ്റ്റ് ടീച്ചർ. ഇത് നല്ലപോലെ, അതായത് ടീച്ചറിൻ്റെ ലൈഫ് ലോങ് ഇത് നല്ലപോലെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് സർവേഷനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇതിൽ നമ്മുടെ ആ കുഞ്ഞിനെ എടുത്ത് കാറിൽ കെട്ടുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതിനകത്ത് അതിനെയൊക്കെ വെച്ച് ഒരുപാട് വൃത്തികെട്ട കമൻ്റാണ് ഈ റാണി പി സദാശിവം എന്നുള്ളവരിട്ടേക്ക്. അത് പല പല ചാനലുകളിൽ എനിക്ക് തോന്നുന്നു റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന, എനിക്ക് അനന്തു ഒരുവിധപ്പെട്ട എല്ലാ കമൻറ്റുകളും കോർത്തിനൊക്കെയാണ് റിയാക്ഷൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. അത്രയൊന്നും അല്ല, അതിൽ കൂടുതലുണ്ട്. ഇവർ പറഞ്ഞിട്ടും തീരുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത കേട്ടോ. ഇവരുടെ കമൻറ്റുകൾ നമുക്ക് വായിച്ചെത്താൻ പറ്റില്ല. ഇവിടെ മൂപ്പൻ എന്ന് പറഞ്ഞൊരു ചാനലാണ്. ആ ചാനലിൽ ആ ചേട്ടനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ആ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ദീപ്തി ടീച്ചറിൻ്റെ ഒരു കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ട്. എന്തോ സഹോദരനാണെന്ന് എവിടെയോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ദീപ്തി ടീച്ചർ ഒരിക്കലും പറഞ്ഞിട്ടില്ല സഹോദരനാണെന്ന്, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിനെ മാരേജ് ചെയ്തുകൂടാന്നില്ലല്ലോ. ഇവർ പറഞ്ഞ് ആ കുഞ്ഞിനെ പോലും പറയാൻ തുടങ്ങിയപ്പോഴാണ് ടീച്ചറെ പ്രതികരിച്ചത്. പിന്നെ ടീച്ചറിൻ്റെ നാത്തൂൻ, അത് ആങ്ങളുടെ വൈഫിനെ, അമ്മുവിനെ പറയാൻ തുടങ്ങി. പിന്നെ അത് അമ്മയെ ബാധിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ടീച്ചർ പ്രതികരിച്ചതും ഈ റാണി പി സദാശിവത്തിനെ ടീച്ചർ പോയി കണ്ടെത്തി പിടിച്ചതും. പക്ഷേ കണ്ടെത്തി പിടിച്ചതിന് ശേഷവും ഇവർ അടങ്ങിയോ ഇല്ല. വീണ്ടും നമ്മുടെ VRL ലവിലെ അമല്, അതിന് അപ്പവും വൈഫും നേരിട്ട് പോയി കണ്ടുപിടിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ഇവരടങ്ങുന്നില്ല എന്നുള്ളതാണ്. ഇവർ കുറച്ചെങ്കിലും ഒന്ന് ഒതുങ്ങിയെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ SR വ്ലോഗ്സ് എന്ന് പറഞ്ഞ ചേച്ചിയൊരു ചാനലുണ്ടായിരുന്നു. ആ ചാനലിലും റാണി പി സദാശിവത്തിൻ്റെ അല്ല, നേരിട്ട് വന്നിട്ട് ദീപ്തി ടീച്ചറിൻ്റെ ഇഷ്ടപ്പെടുന്നവർ ഈ SR വ്ലോഗ്സ് എന്നൊരു ചാനൽ നെയിം വെച്ചിട്ട് ആ ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ഡോറ ബുജി, ഒരുപാട് ചാനലുകളെ ഇവരിങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലൊന്നും കണ്ടിട്ടില്ല അവർ, അതുകൊണ്ടായിരിക്കണം എനിക്ക് ഇതുവരെ അവരുടെ കമൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും അവരാരെയും വിട്ട് കളയുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. ഒരുവിധപ്പെട്ട ഒറ്റ മനുഷ്യനെയും കളയുന്നില്ല. ദീപ്തി ടീച്ചറിനെ ഒരു അനുദിനം ആക്രമിച്ചുകൊണ്ടിരിക്കും. ഇവർക്ക് എന്താണ് ഇതിലൂടെ ലഭിക്കുന്ന സന്തോഷം എന്നറിയത്തില്ല. ഇവർ മറ്റ് ചാനലുകാരൊക്കെ പറയുന്ന വേർഡ്സ് എല്ലാം അന്വയോജ്യം തന്നെയാണ് കേട്ടോ. ഇവർക്ക് ഇതൊന്നും പോരാ. എനിക്കൊന്നും അത് പറയാനായിട്ടുള്ള ഒരു ഗട്ട്സ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. എനിക്കൊക്കെ ഭയങ്കര ദേഷ്യമുണ്ട്. ഇവർ ടീച്ചറിൻ്റെ മാരേജ് കഴിഞ്ഞു, ഇവർ ഹാപ്പി ആയിട്ട് അവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. ആ ഒരു ഇതിൽ പോലും അവരെ വെറുതെ വിടാതെ പിന്നെയും അവരെ ഇങ്ങനെ കമൻറ്റ് രൂപത്തിൽ ആക്രമിക്കുന്നത് വളരെ മോശകരമാണ്. അപ്പോൾ അതിന് ഇവർ നല്ല രീതിയിൽ 2 വർത്തമാനങ്ങൾ പറയണം എന്നാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ നമ്മളത് ശീലിക്കാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അത് പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കാൻ പറ്റാത്തത്. പക്ഷേ വളരെ വൃത്തികെട്ടൊരു സ്ത്രീയാണ് കേട്ടോ അവർ. നമുക്ക് ഇതിനപ്പുറം എനിക്ക് പറയാനൊന്നുമില്ല. കാര്യം ഇവരൊന്ന് എന്തായാലും കഴിഞ്ഞു. ഇവരെ കണ്ടുപിടിച്ചു. ഇവരാരാണ്? ഇവർ ഒളിച്ചിരുന്ന് കമൻറ്റുകൾ ഇട്ട് ഇവരെ കണ്ടുപിടിച്ചു. VRL ലവ് അവർ നേരിട്ട് പോയി കണ്ടുപിടിച്ചു. അപ്പോഴും ഒരു വിഭാഗക്കാരൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വന്നു. കാരണം അവർ മോളുടെ അടുത്ത് പോയി അങ്ങനെ ചെയ്താൽ ശരിയല്ല. പക്ഷേ ഇവരെ വീണ്ടും ഇത് തുടർന്ന് കാണുമ്പോൾ ഇവരിതൊന്നും അല്ല അറിയിക്കുന്നത്. ഇവർക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറഞ്ഞാലും കോടതിയിൽ നിന്ന് വാറണ്ട് വന്നാലും ഒന്നും ഇവർ പഠിക്കില്ല. ഇവർ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവർക്ക് പ്രാന്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന്. പ്രാന്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ള ഇവരാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അല്ല, പ്രാന്തിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ മറ വെച്ചാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതാണ് ശരി. പിന്നെ ഇവർക്ക് നിയമത്തിന് മുന്നിൽ ഒരു ശിക്ഷ ലഭിക്കില്ല എന്നാണ് ഇവരുടെ ഒരു ധാരണ. എന്തായാലും ദീപ്തി ടീച്ചർ എനിക്ക് തോന്നുന്നു ഈ മാരേജൊക്കെ ഒന്ന് മാറ്റി വെക്കും. അതായത് മാരേജിൻ്റെ ഒരു ഇത് കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് വേണ്ടിയിട്ടുള്ള പണിയുമായിട്ട് ടീച്ചർ വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഉറപ്പായിട്ടും ഇവർക്ക് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായാലും അനുഭവിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരത്തല്ല ഇവർ വെല്ലുവിളിക്കുന്നുണ്ട്. നിന്നെ ഞാൻ നേരിട്ട് വന്ന് കാണുന്നുണ്ടെന്നൊക്കെ. ഇവർ എവിടെ വരും എന്നാണ് ഇവർ പറയുന്നത്. ഒളിച്ചിരുന്ന് കമൻറ്റ് ചെയ്തു. ഇവർ കഷ്ടകാലത്തിന് ടീച്ചർ കണ്ടുപിടിച്ചത് കൊണ്ട് ഇവർ രംഗത്ത് വന്നു. അല്ലെങ്കിൽ ഇവർ ഇന്ന് ഒളിച്ചിരുന്നേനെ. എന്തോ എത്ര പറഞ്ഞിട്ടും അങ്ങോട്ട് മതി വരുന്നില്ല കേട്ടോ. കാര്യം നമ്മൾ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ചാനലാണ് ദീപ്തി ടീച്ചറിൻ്റെ ചാനൽ. അവർ ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്യുന്ന അതാണ്. അവരുടെ പഴയ കഥകളൊക്കെ അറിഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ അവരുടെ ഓരോ വീഡിയോസും ഫോളോ ചെയ്യുന്ന വ്യക്തികളാണ് എല്ലാവരും. അപ്പോൾ അവർക്കൊന്നും ഇങ്ങനെ ഇവരുടെ ഈ കമൻറ്റുകളൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഇവരുടെ കമൻറ്റുകളൊക്കെ ഞാനിവിടെ പിൻ ചെയ്തേക്കാം. നിങ്ങൾ സൂം ചെയ്ത് വായിക്കുക. എനിക്കത് വായിച്ച് സമയം കളയാൻ ഇഷ്ടമല്ല. അവരുടെ ഒരു ഇതും താല്പര്യമില്ല. നമുക്ക് ദീപ്തി ടീച്ചറിൻ്റെ മാരേജ് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അതൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ഒരു മുന്നോട്ട് പോട്ടെ. എനിക്കിത് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നല്ലൊരു ജീവിതം ടീച്ചർ മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. റാണിയൊക്കെ നിങ്ങൾ സൂക്ഷിച്ചിരുന്നോ? നിങ്ങൾക്കുള്ള പണി ഉടനെ തന്നെ എത്തുന്നുണ്ട്. ദീപ്തി ടീച്ചറുടെ തിരക്കൊക്കെ ഒന്ന് മാറട്ടെ. ടീച്ചർ തന്നെ നിങ്ങൾക്കുള്ള പണിയുമായിട്ട് അവിടെ എത്തും. അതുപോലെ ടീച്ചറിൻ്റെ ഒരു സബ്സ്ക്രൈബർ പോലും നിങ്ങളെ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾക്കുള്ള 8ൻ്റെ പണി എത്തുന്നുണ്ടക്ക. ഇനിയെങ്കിലും നിങ്ങൾ ഒതുങ്ങും. ഇതോടുകൂടി നിങ്ങൾ അവസാനിപ്പിക്കൂ. ഇതൊരു അപേക്ഷയായിട്ട് കരുതുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സി യു, ബൈ ബൈ.